ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം. പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ ഞാൻ പറഞ്ഞല്ലോ, അവരെ സഹായിക്കണേന് ഞങ്ങൾ ഒരു എതിർപ്പ്. ഇപ്പോൾ ഈ 1600 രൂപയുടെ പെൻഷൻ 2000 ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ല. ആർക്കെന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലം. പക്ഷെ കേരളം മുഴുവൻ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ്. ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട്. ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചു തരാം. അത് ഞങ്ങൾ UDF പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ 8 മണിക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനം. ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിതവാസം, ഈ 4 കാറ്റഗറിയിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള എല്ലാ ആളുകളും കഴിക്കും. അപ്പോൾ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പരമദരിദ്രർ എന്ന് പറയുന്നത് എന്താ? അതിന്റെ കാറ്റഗറി എന്താ? പരമദരിദ്രർ അത് അഗതികളായിട്ടുള്ള ആളുകൾ. അത് തന്നെ 1.5 ലക്ഷം പേരുണ്ടായിരുന്നു. അഗതികളായിട്ടുള്ള ആളുകളും വേറെ തരത്തിലില്ലാത്തത്. അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിരിക്കുന്ന സംവിധാനമാണ്. അതിനൊരു പ്ലാനിങ്ങിൻ്റെ സപ്പോർട്ടില്ല, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ടില്ല. അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ്, അതാണ് ആരോപണം. സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ AAY കൊടുക്കുന്നത് മോസ്റ്റ് പുവർ എന്നാണ്. മോസ്റ്റ് പുവർ, ദരിദ്രരിൽ ദരിദ്രർ അവർക്കാണ്. ദരിദ്രരായിട്ടുള്ള ആളുകൾ പിന്നെയുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾ 5,95,000 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ വീടുണ്ടോ? അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? അവർക്ക് ചെയ്യാനുണ്ടോ? ഇപ്പോൾ സർക്കാർ ആശുപത്രി പോയിട്ട് പോലും കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അതുപോലും കാര്യമില്ലല്ലോ. അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമോ ഗവൺമെൻറ്? അതില്ലേ, അതിൽ പ്രായമായ ആളുകളുണ്ട്. ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട്, ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട്. അവർ പോലും ഈ ലിസ്റ്റിലില്ല. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും. അതാണ് AK ആന്റണിയുടെ ഗവൺമെൻറ് കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം. അതിന് കണക്കാണ് ഏറ്റവും അഗതികളായിട്ടുള്ള ആൾ. അതിന് അതീവ ദരിദ്രർ എന്നല്ല പറഞ്ഞത്. ഇവിടെ CPM തന്നെ പരമദരിദ്രർ എന്ന് പറഞ്ഞിട്ട് 4.5 ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രരായവരുടെ 5,95,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ. 1,16,000 കുടുംബങ്ങളുള്ള ആദിവാസികളുടെ ഇടയിൽ നിന്ന് 6,400 കുടുംബമുള്ള ഈ കാറ്റഗറി വരുള്ളൂ. ഇവരാരും ഇവിടെ ഒന്നും പോയി കണ്ടിട്ടില്ലേ? ഇവർ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി, ആദിവാസി ഊരുകളിൽ പോയി കണ്ടിട്ടുണ്ടോ? ഇവർ അങ്ങനെ അവർ ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന പ്ലാനിംഗ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത്. അവർ പലരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ്. അവർ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ്. അവരാണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രരിൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം. ബാധിക്കും. അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അവർ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിന്. ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രർ ആയിട്ടുള്ളവർക്കാണ് AAY കാർഡുകൾ കൊടുക്കുന്നത്. അത് 5,95,800 പേരുണ്ട്. 6 ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രർ. ഇവർ തന്നെ പറയും, ഇവരതും കുറച്ചിട്ട് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രർ. ഇതെന്താണിത്? ദരിദ്രരിൽ അതിദരിദ്രർ ഒരു കാറ്റഗറി, പരമദരിദ്രർ വേറൊരു കാറ്റഗറി, പിന്നെ അതീവ ദരിദ്രർ വേറൊരു കാറ്റഗറി, അഗതികൾ വേറെ കാറ്റഗറി. എന്താ ഇത്? അല്ലല്ല, ആരാണ് ആ മാനദണ്ഡം നിശ്ചയിച്ചത്? എന്ത് മാനദണ്ഡമാണത്? ആ മാനദണ്ഡത്തിൽ ഞാൻ പറയുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ വരെ ഈ ലിസ്റ്റിൽ വരുന്നില്ല.
അഗതികളായിട്ടുള്ള ആളുകൾ പോലും ഈ ലിസ്റ്റിൽ വരുന്നില്ല. ഇതൊരു കണക്കാണ്. കണക്കെടുത്തിട്ട് അതിനുവേണ്ടി പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ നടത്തുകയാണ്. ഇലക്ഷന് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്രരിൽ ഇപ്പോൾ കുറേ ആളുകൾ വിശ്വസിക്കുമല്ലോ, ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുറേ ആളോ, എന്നിട്ട് ഇനി എല്ലായിടത്തും ചെന്ന് പ്രസംഗിക്കുകയും പിന്നെ ക്യാപ്സുളർക്കും ചെയ്യാല്ല. അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്നുള്ള നേട്ടം നേടിയ കേരളത്തിനെ കുറിച്ച് പറയാമല്ല. ക്യാമ്പയിൻ ക്യാപ്സുളർക്കല്ല. അപ്പോൾ പരമദരിദ്രരും ദരിദ്രരിൽ അതിദരിദ്രം അവിടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട്. ഇത് ആരാന്ന് ചോദിച്ചുകൊണ്ട്. ഇതല്ലേ തമാശയാക്കല്ലേ ഇത്?